നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത MS, പരബ്രഹ്മ ഹോസ്പിറ്റൽ ENT കൺസൾട്ടൻറ്റ്. വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗിഡിനസ് അല്ലെങ്കിൽ തലചുറ്റൽ. ഇത് നമുക്ക് പല രീതിയിൽ അനുഭവപ്പെടാം. മെയിനായിട്ട് ചുറ്റുമുള്ള വസ്തുക്കൾ കറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ സ്വയം കറങ്ങുന്ന പോലെയോ, ഒരു കണ്ണിനൊരു മൂടൽ പോലെയോ, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് വേച്ച് പോകുന്ന പോലെയോ, അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഇംബാലൻസ് ആയിട്ടോ നമുക്ക് അനുഭവപ്പെടാം. ഇതിന് മെയിൻ കാരണം കാണുന്നത് ചെവിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ചെറിയൊരു ശതമാനം ആളുകൾ ഇത് നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന ബ്രെയിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ചെറിയ മുഴകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രോക്കോ കാരണവുമാവാം. ഇയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മെയിനായിട്ട് പൊസിഷണൽ വെർട്ടിഗോയാണ്. അതായത് നമ്മൾ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ തല കുനിക്കുമ്പോഴോ തല ഒരു വശത്തേക്ക് ചരിക്കുമ്പോഴോ ഉണ്ടാകുന്ന സിവിയർ തലകറക്കമാണ്. രണ്ടാമത്തേത് നമ്മുടെ ചെവിയുടെ പ്രഷർ കൂടുമ്പോഴുണ്ടാകുന്ന മീനിയർ സിൻഡ്രോം, അതായത് തലകറക്കും അതുകൂടാതെ ചെവിയിലെ മൂളലോ അല്ലെങ്കിൽ ചെവി കേൾവിക്കുറവോ അല്ലെങ്കിൽ ചെവി അടഞ്ഞുള്ള ഫീലിങ്ങോ പേഷ്യൻ്റ് അനുഭവപ്പെടാം. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സിവിയർ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്, അതിലും പേഷ്യൻറ്റിന് തലകറക്കം അനുഭവപ്പെടാം. പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ മെയിനായിട്ട് വരുന്ന BP ഫോൾ, അതായത് പേഷ്യൻ്റ് ഒരിടത്ത് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന BPയിലെ ഫോള്, അല്ലെങ്കിൽ ഒരു മിസ്ഡ് ഹാർട്ട് ബീറ്റോ അല്ലെങ്കിൽ മൈഗ്രെയിനോ, ഇതെല്ലാം ഈ പറയുന്ന ഗിഡിനസിൻ്റെ കാരണമായി മാറുന്നു. സോ നമ്മൾ ഗിഡിനസിനെ, അതായത് തലചുറ്റലിനെ കറക്റ്റായിട്ട് കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ടിപ്സുകൾക്കായി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യുക. താങ്ക്